ഇത് എവിടെയാണെന്നറിയോ? ഈ സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് കുട്ടികളെയും കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണിത്. കൊല്ലം ജില്ലയിലെ തന്നെ പരവൂർ പാരിപ്പള്ളി റൂട്ടിൽ, പാരിപ്പള്ളിയിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ പരവൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത് കാവേരി എലിഫൻറ്റ് റിസോർട്ട് ഉള്ളത്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ല ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ കുറേ അനിമൽസിനെ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വീക്കെൻഡ് ഡേയ്സിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പാർക്ക് വർക്കിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനത്താവളമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എലിഫൻറ്റ് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള കുറേ ഇനത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. പിന്നെ ആടിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആടുകൾ, അങ്ങനെയുള്ള പല ജീവികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 100 രൂപയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എലിഫൻറ്റ് റൈഡ് എടുക്കാൻ പറ്റും. എലിഫൻറ്റ് റൈഡ് ആണെങ്കിൽ ഒരു 400 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഇവിടെ ഏതാണ്ട് നമുക്ക് കുറേ ബേർഡ്സിനെ കാണാൻ പറ്റും. നമുക്ക് ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അതിന് നമുക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നതെന്ന് പറയുന്ന ബേർഡ് ഉണ്ടല്ലോ, പെസൻറ്റ്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഒട്ടകപ്പക്ഷിയുണ്ട്, എമു ഉണ്ട്, പലതരത്തിലുള്ള കുറേ ജീവികളുണ്ട്. ഇഗ്വാനയുണ്ട്, പിന്നെ ടർക്കിയുണ്ട്, ഡക്കുണ്ട്, വാത്തയുണ്ട്. കുറേ അധികം ബേർഡ്സിനെ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. ഇത് കറക്റ്റ് ഈ ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻകുളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ശരിക്കും ആനത്താവളമാണ് കേട്ടോ. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആനയെ കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് പറ്റും. നമുക്ക് ഈവനിങ്ങിലോ അല്ലാതെ ഉള്ള ടൈമിലോ ഒക്കെ വന്ന് കുറേ സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ നല്ലൊരു കഫറ്റേരിയ ഉണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല. ഇവിടെ നല്ലൊരു കഫറ്റേരിയ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഓസ്ട്രിച്ചിനെ നമ്മൾ അങ്ങനെ അധികം സ്ഥലത്തൊന്നും അങ്ങനെ നമ്മൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മെയിൽ ഓസ്ട്രിച്ചും ഫീമെയിൽ ഓസ്ട്രിച്ചും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ എല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സയൻറ്റിഫിക് നയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് ഒരു 6:30 മണി വരെയാണ് ഇവിടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പാർക്ക് വർക്കിംഗ് ആണ്. പിന്നെ നല്ല ഒരു ഏരിയ ഉണ്ട് കേട്ടോ. വിശാലമായ ഒരു ഏരിയ തന്നെ ഉണ്ട്. അവിടെയാണ് ഈ ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. നമുക്ക് ഇനി ഒരു പക്ഷേ എന്തെങ്കിലും ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും പറ്റിയ ഒരു നല്ല ഒരു പ്ലേസാണ്. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷസിനെ നമുക്കിവിടെ അക്വേറിയം ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണത്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ കളിക്കാനാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും.